I wonder if I changed my number. Would you wanna know? It's the coldest kind of comfort that we could talk, but we don't. We spent summer swimming in a sunset haze. Technicolor, crazy how fast it fades. Can't call you up when it's late at night. Can't call it love, but at least we tried. Can't call you a friend when I'm in my head on a downhill dive. Can't call you cruel for changing you. Hello, I'm Uttara. I'm a fourth year medical student, so I'll be assisting you. Could you please tell me your name and date of birth, please? So I'll be doing your suturing. For that, I'll have to give you anesthesia. It may sting a little, but you'll be fine. I have to give you anesthesia on both sides of your wound. And after that, I'll be suturing your wound. Is that okay with you? അപ്പോൾ എൻ്റെ മിഡ് ടേം വീക്ക് ഡേ സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല, എല്ലാം സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇന്ന് എൻ്റെ ക്യാപ്സിൻ്റെ മിഡ്ടേമാട്ടോ. ക്യാപ്സിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റിലൊന്നാട്ടോ. പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ECGസും പിന്നെ സൂച്ചറിങ്ങും പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫൈനൽ പ്രാക്ടീസ് ഞാനായിട്ടൊന്ന് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് ഒന്ന് യൂണി പോയിട്ട് അല്ലാണ്ടൊന്ന് ഫ്രണ്ട്സോടും കൂടെ ഒന്ന് പ്രാക്ടീസ് ആക്കണം. Think I'm quite a mess now, wasting all my time on you, killing all my hopes for you, boy, why you playing? 7 months have passed by, used to see me on the low. Why don't you just let them know things we share that begs to show? Oh, let me remind you, oh boy, let me bring you to that night, the night you keep looking straight into my eyes till I lose my mind and kiss you in the light. That night you shine, ഇതാണ് എൻ്റെ ഗുഡ് ടു ലിപ്സ്റ്റിക്. ഇത്രയുള്ളൂ, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഡ്രസ്സ് കൂടെ ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് തലയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് റിവൈസ് കൂടെ ചെയ്തിട്ട് കുറച്ച് എഡിറ്റിംഗ് കൂടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഒന്ന് യൂണിയിലേക്ക് പോകാം. അത് നമുക്കൊന്ന് പ്രാക്ടീസ് ആക്കി നോക്കണം. യൂണിറ്റ് ചെന്ന് taking me back to your place, a table for two. I know that you want me in position. You like what I'm giving. I'm the type to go all or nothing. സോ ഹിയർ കംസ് ദ മോസ്റ്റ് സ്ട്രെസ്ഫുൾ പാർട്ട്. നമ്മൾ എത്രയൊക്കെ ടെൻഷൻ ഇല്ലയെന്ന് പറഞ്ഞാലും എക്സാം ഹാളിൻ്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതൊരു ടെൻഷൻ തന്നെയല്ലേ. പിന്നെ എക്സാമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിന് മുന്നേ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ പ്രൊഫസറിനെ കാണാൻ മണി ഹൈസ്റ്റിലെ പ്രൊഫസറല്ലേ, ആ പുള്ളിനെ പോലാണ് ഇരിക്കുന്നത്. എന്തായാലും ഒരു ഗ്ലിംസേ കാണത്തുള്ളൂ. നിങ്ങൾ വേഗം കണ്ടോ. നമ്മുടെ എക്സാം കഴിഞ്ഞു. അടിപൊളി എക്സാം ആയിരുന്നു ഗൈസ്. ന്യൂറോളജി 2 ഉണ്ടായിരുന്നു, ഇവർക്ക് കാർഡിയോളജി ആയിരുന്നു, ഇനി ന്യൂറോളജി ആയിരുന്നു. ഓക്കെ, സോ എക്സാം ഒക്കെ നൈസായിരുന്നു. സോ ഐ എം ഗോണ ഷോ യു ഗൈസ് സംതിങ്. ഐ എം നോട്ട് ഗോണ ബ്രാഗ്, ബട്ട് ഇത്തവണത്തെ ക്രിസ്മസ് യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി. എന്ത് ഭംഗിയാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ. ഞാൻ ഇത്രയും കിടലോട്ട് ഞാൻ ഒരിടത്ത് ഞാൻ ക്രിസ്മസ് ഡെക്കറേഷൻ കണ്ടില്ല. ക്രിസ്മസ് വില്ലേജ് അടിപൊളിയാണ്, പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത്ര അടിപൊളിയൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ മോനെ അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒന്ന് മോളിലേക്ക് പോവാം. എൻ്റെ വിൻ്റർ ജാക്കറ്റ് പുതുക്കാൻ സമയമായി. അപ്പോൾ ഞാൻ വെച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രീ, അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് പുറത്ത് പോയി ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മളിതേ ലിബർട്ടിയിലാണ്. ആദ്യം നമ്മൾ H&Mൽ കയറി. എനിക്ക് ഇഷ്ടപ്പെട്ട ജാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു അവിടെ 50% ഓഫ് ഉണ്ടെന്ന്. പിന്നെന്താ നോക്കാൻ, H&M 50% ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ പോയി മേടിക്കണം അല്ലേ. ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ട ജാക്കറ്റ് അവിടെ വെച്ചിട്ട് LCയിൽ പോയി ഒന്ന് വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ ട്രയൽ റൂമിൽ കയറി. പക്ഷേ അവിടെ ട്രയൽ റൂമിൽ കയറി ഡ്രസ്സ് ഇടുമ്പോഴും ആ ജാക്കറ്റ് പോയാലോ എന്നൊരു ആദിയായിരുന്നു. അങ്ങനെ വേഗം ഓടിപ്പോയി ആ ജാക്കറ്റ് ഒന്ന് വേഗം മേടിച്ച്, എന്നിട്ട് LCന്ന് മേടിക്കാനുള്ളത് നമ്മൾ മേടിച്ചു. H&Mലെ ബോയ്സിൻ്റെ സെക്ഷൻ എത്രയാണ്?
അതിൻ്റെ ആക്കോ? ഓ ഇത് ഗേൾസിന്റെ സെക്ഷൻ ആട്ടോ. ഇതല്ല, സോറി 2 ഫ്ലോർ, അത് 2 ഏക്കറുണ്ട്. ബോയ്സിന്റെ തീർന്ന്. എന്തെങ്കിലും വേണമെങ്കിൽ സ്വന്തമായിട്ട് എടുത്തു. ഐഷയും ഗോപും കൂടെ കുപ്പി എടുത്ത് ജെൻഡർ റിവീൽ പറഞ്ഞു. എന്റേത് ബ്ലാക്ക്. നമ്മളെ ചത്ത്. അത് ജനനം, ഇത് മരണം. എന്റെ ബാഗില. മധുവിന്റെ ബാഗിൽ. അപ്പൊ എന്താണ് പ്ലാൻ ഗൈസ്? കഴിക്കണം. ഐശിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ. കുറെ നാളത്തെ പ്രൊട്ടസ്റ്റിന് ശേഷം ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കി. പ്രൊട്ടസ്റ്റ് തീർന്നെന്ന് തോന്നുന്നില്ല, പക്ഷേ തീർന്നു കാണത്തില്ല, പക്ഷേ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കി. ഇത്രയും ദിവസം ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം അടിപൊളിയായി. നമ്മൾ വിചാരിക്കുന്നില്ല ജോർജിൽ ഇത്തവണ ക്രിസ്മസ് ഒന്നും ഇല്ലയോ. അപ്പോൾ ഇന്നത്തെ നീണ്ട പരിപാടിക്ക് ശേഷം കഥ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ എന്നെ ഇത്ര നേരം സഹിച്ച് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.